വീട് സുനിതകുമാരിയുടെ വീട്. ബഹുമാനിയെ, ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ. ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് KSS ഇത്തിക്കര ബ്ലോക്ക് പ്രസിഡന്റ്, സംസ്ഥാന കമ്മിറ്റി അംഗവും സാംസ്കാരിക സമിതി കൺവീനറുമായ ശ്രീ G. സദാനന്ദൻ അവர்களാണ്. എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ട നിർദ്ദേശം നൽകുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ശ്രീ സദാനന്ദ സാറിനെ അധ്യക്ഷനെ ഔപചാരികതയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ഇന്നാട്ടുകാരനായ നമുക്ക് ഏവർക്കും സുപരിചിതനായ നമ്മുടെ ഏത് പരിപാടിക്കും പങ്കെടുക്കുന്ന അഡ്വക്കേറ്റ് ശ്രീ MK ശ്രീകുമാറിനെ കുറിച്ച് ഞാൻ എന്തെങ്കിലും പറയുന്നത് അനൗചിത്യം ആയിരിക്കും. നമ്മുടെ കുടുംബാംഗത്തെ പോലെ സഹകരിക്കുന്ന ശ്രീ MK ശ്രീകുമാറിനെ ഈ യോഗത്തിലേക്ക് ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സംഘടന പല പൊതുകാര്യങ്ങളിലും സജീവമായി പങ്കെടുക്കുന്നുണ്ട്. സാമ്പത്തിക സംസ്ഥാന അകത്തും പുറത്തും രാജ്യത്തിന് പുറത്തു പോലും ഉൾപ്പെടെയുള്ള ദുരന്തങ്ങളിലും മറ്റും വേണ്ട സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. കൊല്ലം ജില്ലയിൽ ഗവൺമെന്റ് വിക്ടോറിയ ആശുപത്രികളിൽ ഏർപ്പെടുത്തിയ കുട്ടികളുടെ പാർക്ക്, ഫാർമസി, 62 മാരക രോഗബാധിതർക്ക് 10,000 രൂപ നൽകിയത് മുതലായവ എടുത്തു പറയേണ്ടതാണ്. ഇതിനെല്ലാം സംസ്ഥാന തലത്തിൽ നേതൃത്വം വഹിക്കുന്നതിൽ ഏറ്റവും പ്രധാനികളിൽ ഒരാളായ നമ്മുടെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് താക്കോൽ ദാനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ശ്രീ R. രഘുനാഥൻ നായർ സാറിനെ ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഏവർക്കും സുപരിചിതനായ കൊല്ലം ജില്ലയുടെ നമ്മുടെ സംഘടനയിൽ വിവിധ തലങ്ങളിൽ നേതൃത്വം നൽകിയ ഇപ്പോൾ സംസ്ഥാന വൈസ് പ്രസിഡന്റായ ശ്രീ G. ചെല്ലപ്പൻ ആചാര്യ സാറിനെ സ്വാഗതം ചെയ്യുന്നു. ജില്ലാ സെക്രട്ടറിയെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. ഏത് ബ്ലോക്കിൽ പോയാലും യൂണിറ്റിൽ പോയാലും അവിടത്തുകാരനാണ്. ഈ ഭവന നിർമ്മാണത്തിൽ പുരോഗതി അപ്പോൾ വിലയിരുത്തുകയും വേണ്ട നിർദ്ദേശങ്ങൾ തന്ന് സഹായിക്കുകയും ചെയ്ത കൊല്ലം ജില്ലാ സെക്രട്ടറി ശ്രീ K. രാജേന്ദ്ര സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സൗമ്യതയോടെ എന്നാൽ കാര്യങ്ങൾ കർക്കശമായ നിലപാടെടുത്ത് നമ്മുടെ സംഘടനയ്ക്ക് കൊല്ലം ജില്ലയിൽ നേതൃത്വം നൽകുന്ന പ്രസിഡന്റ് ശ്രീ B. ചന്ദ്രശേഖരപിള്ള സാറിനെ സ്വാഗതം ചെയ്യുന്നു. ബ്ലോക്ക് കമ്മിറ്റിക്ക് വേണ്ടി പൂതക്കുളം യൂണിറ്റ് തിരഞ്ഞെടുത്ത കോൺട്രാക്ടർ ശ്രീ M. ഷിബു നാം നിശ്ചയിച്ച അടങ്കൽ തുകയിൽ നിന്ന് കുറച്ച് ഈ കെട്ടിട നിർമ്മാണം നടത്തി. അദ്ദേഹത്തിന്റെ വീട്ടിൽ അസുഖവും മരണവും ഒക്കെ ഉണ്ടായിട്ടും നിർമ്മാണ ചെലവ് കൃത്യമായ സമയത്ത് ചെയ്തു തീർത്ത അദ്ദേഹത്തെ ഞാൻ അനുമോദിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീമതി C. കനകമ്മ ടീച്ചർ ഈ പ്രദേശം ഉൾപ്പെടുന്ന ജില്ലാ പഞ്ചായത്ത് ഡിവിഷന്റെ മുൻ മെമ്പറായിരുന്നു. ടീച്ചർ എന്ന നിലയ്ക്കും ഇവിടെ ഏറെ സുപരിചിതയാണ്. ടീച്ചറെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പൂതക്കുളം യൂണിറ്റ് കമ്മിറ്റി കെട്ടിട നിർമ്മാണത്തിന് വേണ്ട മേൽനോട്ടം വഹിക്കാൻ കൺവീനർ എന്ന നിലയിൽ ചുമതലപ്പെടുത്തിയത് ശ്രീ A. സുധീന്ദ്രൻ അവരുടെയാണ്. ഈ കെട്ടിടം സമയബന്ധിതമായി നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ ചെയ്ത പ്രവർത്തനം അഭിനന്ദനാർഹമാണ്. അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്റെ പ്രിയ സുഹൃത്ത് ശ്രീ S. സദാശിവപിള്ള അവർ ജില്ലാ കമ്മിറ്റി അംഗം എന്ന നിലയിൽ പ്രവർത്തിച്ചു വരുന്നു. കുറച്ചു നാളായി അനാരോഗ്യം കാരണം സജീവ പ്രസിഡന്റ് ശ്രീമതി S. ഗീതാകുമാരി ടീച്ചറെ സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന കൗൺസിലർമാരായ ശ്രീ K. ബാബുലൻ പിള്ള അവர்களെയും ശ്രീ G. ജലധരൻ അവர்களെയും സ്വാഗതം ചെയ്യുന്നു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ശ്രീ S. ശിവപ്രസാദ് അവர்களെ സ്വാഗതം ചെയ്യുന്നു. കൃതജ്ഞത രേഖപ്പെടുത്തുന്ന യൂണിറ്റ് സെക്രട്ടറി ശ്രീ ബാലകൃഷ്ണൻ അവരെ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനാഗാനം ആലോചിച്ച ശ്രീമതി അനിതകുമാരി ടീച്ചറെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ജില്ലാ ജോയിന്റ് സെക്രട്ടറി രാജൻ സാറിനെ സ്വാഗതം ചെയ്യുന്നു. വാർഡ് മെമ്പർ ശ്രീ അൻസാരി അവരുടെ സ്വാഗതം ചെയ്യുന്നു. നേരത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല രീതിയിൽ വിപുലമായി നടത്തണമെന്ന് തീരുമാനിച്ചിരുന്നെങ്കിലും ഇവിടുത്തെ സുനിതകുമാരിയുടെ അമ്മയ്ക്ക് അസുഖമായതിനാൽ പെട്ടെന്ന് ഒരു പരിപാടി നടത്താൻ ഉദ്ദേശിച്ചാണ് ഇന്ന് നടത്തുന്നത്. അതുകൊണ്ട് ചില അപാകതകൾ വന്നിരിക്കാം. അതെല്ലാം സ്വയം ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.
എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇതിന്റെ കൂടെ ഒരു കൂടിച്ചേർക്കാനുള്ള നമ്മുടെ ജില്ലാ സമ്മേളനം, കൊല്ലം ജില്ലാ സമ്മേളനം ഇത്തിക്കര ബ്ലോക്കിന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. അതിന്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. യൂണിറ്റ് സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂതക്കുള്ള യൂണിറ്റിന്റെ സമ്മേളനം ഈ 26-ാം തീയതി, ജനുവരി 26-ാം തീയതി നടക്കുകയാണ്. 25-ാം തീയതി മുതൽ നെടുമ്പന യൂണിറ്റ് 25-ാം തീയതി മുതൽ വാമദേവൻപിള്ള സാറ് വിട്ടുപോയി, ക്ഷമിക്കണം. ഞങ്ങൾ വാമദേവൻപിള്ള സാറിനെയും വീട്ടിൽ പോയി ക്ഷണിച്ചായിരുന്നു. അദ്ദേഹത്തിന് നല്ല ശരീരസുഖം ഇല്ലെങ്കിലും അദ്ദേഹം എത്തിച്ചേരുമെന്ന് ആണ് പറഞ്ഞിരുന്നത്. ഇന്നെന്തോ മരണമായിട്ട് ബന്ധപ്പെട്ട് പോയതിനാൽ അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല. അദ്ദേഹം വന്നതുപോലെ ആണ്, അസൗകര്യം കൊണ്ട് വരാത്തതാണ്. അദ്ദേഹത്തെ സ്വാഗതം, അദ്ദേഹത്തിന്റെ അഭാവത്തിൽ കൂടി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടികൾ സംഘടിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രമിച്ച ഇവിടുത്തെ പ്രവർത്തകര്, ആദ്യം എനിക്ക് അവസരമില്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാവർക്കും നന്ദിയും കൂടി, പ്രവർത്തിച്ചവർക്കെല്ലാം നന്ദിയും കൂടി രേഖപ്പെടുത്തുന്നു. നന്ദി. അടുത്തത് ഉപക്രമമാണ്. സെക്രട്ടറി നമ്മുടെ പ്രവർത്തനങ്ങളുടെ സംക്ഷിപ്ത രൂപം പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ഈ ഭവന നിർമ്മാണ കൺവീനർ ഒരു ചെറിയ റിപ്പോർട്ട് ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉപക്രമത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല, പിന്നെ നീട്ടി സമയം കളയാവുന്നതേ ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഉപക്രമം നടത്തുന്നതായിരിക്കും. കാരണം നമുക്ക് സമയബന്ധിതമായി പരിപാടികൾ അതൊക്കെ ഞാനെന്റെ അധ്യക്ഷത്തെ. അപ്പൊ നമുക്കത് കൃത്യമായി സമയബന്ധിതമായി പരിപാടികൾ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഈ ഭവന നിർമ്മാണ കമ്മിറ്റിയുടെ കൺവീനർ എ സുരേന്ദ്രൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മളുടെ ബഹുമാനനായ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ ജി സദാനന്ദൻ സാർ അവരുടെ, നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ രഘുനാഥൻ നായർ സാർ അവരുടെ, എൻ്റെ പ്രിയ സുഹൃത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ ശ്രീകുമാർ, മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ, ഈ ഭവന നിർമ്മാണ കമ്മിറ്റിയുടെ ഒരു കൺവീനറായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇതിനോടനുബന്ധിച്ചുള്ള റിപ്പോർട്ട് അവതരിപ്പിക്കുകയാണ് എൻ്റെ കർത്തവ്യം. നമ്മുടെ പൂതക്കുളം യൂണിറ്റിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. അത് ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും നമ്മുടെ സംസ്ഥാന നേതൃത്വത്തിലുള്ള ആൾക്കാർക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ഒന്ന് സൂചിപ്പിക്കുകയാണ്. ഈ കഴിഞ്ഞ വർഷം ഈ യൂണിറ്റിലെ പെൻഷൻകാരുടെ എല്ലാ വീടുകളിലും ഈ പെൻഷനർ മാസിക എത്തിച്ച യൂണിറ്റാണ് പൂതക്കുളം എന്നുള്ളത് ഞാൻ സാറിൻ്റെ അറിവിലേക്ക് പറയുകയാണ്. സാറ് എന്നെ സ്ഥിരം കാണുന്നതാണ്. ഞാൻ അവിടെ ചെന്ന് ഇതൊക്കെ ചുമന്നുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ നമ്മളെ കമ്മിറ്റി കൂടി നമ്മുടെ ഓരോ ഭാഗത്തെയും ആൾക്കാരെ ഈ ബുക്കുകൾ ഏൽപ്പിച്ച് അവരവരുടെ വീടുകളിൽ എത്തിക്കുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ഇത് പ്രകാരം ചെയ്തിട്ടുള്ളത്. കാരണം അങ്ങനെ ചെയ്യാൻ കാരണം ഈ പോസ്റ്റിൽ വരുമ്പോൾ പലർക്കും കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി വന്നു. അതനുസരിച്ച് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഞങ്ങളത് നടത്തിയത്. പക്ഷേ അത് വളരെ വിജയകരമായിരുന്നു. ഞങ്ങൾക്ക് 317 മെമ്പർമാരാണ് ഉണ്ടായത്. അതിൽ 285 വീടുകളാണ്. ആ 285 വീടുകളിലും ഞങ്ങൾ ഈ മാസിക എത്തിച്ചു എന്നുള്ള വസ്തുത ഞാൻ സാറിനെ അറിയിക്കുകയാണ്.
അതുപോലെ തന്നെ ഞങ്ങളുടെ യൂണിറ്റ് നമ്മളുടെ ഒരു ക്ഷേമനിധിയുണ്ട് ഞങ്ങളുടെ യൂണിറ്റിന്. അതും സാർ അറിയാൻ വേണ്ടി പറയുകയാണ്. ബാക്കി ഇവിടെ ഇരിക്കുന്ന ജില്ലാ നേതാക്കൾക്കെല്ലാം അറിയാം എന്ന് ആണ് ഞാൻ കരുതുന്നത്. ഈ ക്ഷേമനിധിയിലെ അംഗങ്ങളായിട്ടുള്ള ഒരാൾ മരിക്കുമ്പോൾ ആ വീട്ടിൽ നമ്മൾ ആ മരിക്കുന്ന ദിവസം അവിടുത്തെ ഒരു ചിലവിന് തികയത്തില്ലെങ്കിലും അവരെ സഹായിക്കുന്ന രീതിയിൽ നമ്മളൊരു 5000 രൂപ ആ വീട്ടിലെത്തിക്കുന്നു എന്നുള്ള കാര്യവും ഞാൻ സാറിനെ അറിയിക്കുന്നു. അതുപോലെ ഞങ്ങൾക്ക് ഒരു പരസ്പര സഹായ നിധിയുണ്ട്. ആ പരസ്പര സഹായ നിധിയിൽ അംഗങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് ഈ പരസ്പര സഹായ നിധി എന്ന് പറയുന്നത് 12 മാസം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ്. ആ 12 മാസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ ഈ പരസ്പര സഹായ നിധിയിൽ അംഗങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അവരെ സഹായിക്കുന്ന ഒരു രീതിയിലേക്ക് ഞങ്ങളുടെ ഈ പരസ്പര സഹായ നിധിയുടെ ഫണ്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഈ ഇത്തിക്കര ബ്ലോക്കിലല്ല ഇത്തിക്കര ഞങ്ങളുടെ ബ്ലോക്ക് കമ്മിറ്റി വളരെ നല്ല രീതിയിൽ ഏത് പ്രവർത്തനത്തിലും മുന്നിട്ട് നിൽക്കുന്ന ഒരു യൂണിറ്റാണ് പോകുന്നത്. മെമ്പർഷിപ്പിന്റെ കാര്യത്തിലായാലും ശരി, അതുപോലെ തന്നെ ഏതെങ്കിലും ദുരിതാശ്വാസ നിധികളുടെ കാര്യത്തിലായാലും ശരി. 2019 വെള്ളപ്പൊക്കത്തിൽ അന്ന് ഞങ്ങൾക്ക് അന്ന് 100 സഹായിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ യൂണിറ്റ് വളരെ കാര്യക്ഷമമായിട്ട് നടത്തുന്നുണ്ട്. ഈ വർഷം ഞങ്ങൾ 3 പേർക്കായിട്ട് 30,000 രൂപ സാമ്പത്തിക സഹായം ചെയ്തിട്ടുണ്ട്, 3 നിർധന രോഗികൾക്ക്. കഴിഞ്ഞ വർഷം ഞങ്ങൾ 55,000 രൂപ 55,500 രൂപ കഴിഞ്ഞ വർഷം ഈ സഹായനിധിയായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത്തരത്തിൽ ഈ എല്ലാ രീതിയിലും ഞങ്ങളുടെ നമ്മളുടെ പെൻഷൻകാരെ നിരന്തരം കണ്ട് അവരുടെ കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റാണ് പൂതക്കുളം യൂണിറ്റ്. അതിന്റെ ഫലമായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് നമ്മളുടെ ബ്ലോക്കിന്റെ വീട് പൂതക്കുളത്തിന് ലഭിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇങ്ങനെ നമ്മൾ ഒരു പ്രോഗ്രാമുണ്ട്, നിങ്ങൾക്ക് അർഹതപ്പെട്ട ആൾക്കാരുടെ ഒരു ലിസ്റ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ 2 പേരുടെ പേര് കൊണ്ട് കൊടുത്തിരുന്നു. സാറിനേന്ന് പോയി. പക്ഷേ അതിനുശേഷമാണ് ഇതിൻ്റെ മാനദണ്ഡങ്ങൾ കിട്ടുന്നത്. ആ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് നമുക്ക് ഏറ്റവും യോഗ്യയായ ഒരു ആളിനെ കണ്ടുപിടിച്ച് അവരുടെ ആപ്ലിക്കേഷൻ ഞങ്ങൾ ഇത് തരികയായിരുന്നു. അപ്പോൾ അതനുസരിച്ചാണ് സുനിതയാണ് ഇവിടെ ഞങ്ങളുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. സുനിതയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. സുനിതയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് അവരുടെ ഭർത്താവ് വരെ 5 വർഷമായിട്ട് അവരെ നോക്കുന്നില്ല. ഇവിടെ അയാൾ നാട് വിട്ട് പോയി, ഇവിടെ നാട്ടിൽ കാണാനില്ല. 2 പെൺകുട്ടികളാണുള്ളത്. ഒരാൾ 9ലും ഒരാൾ 6ലുമാണ് പഠിക്കുന്നത്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഒരു കാഴ്ച വൈകല്യമുണ്ട്. അത് മാറി വരും എന്ന് നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുടുംബം. അതുപോലെ ഈ വളരെ നിർധനരാണ് ഇവർക്ക് അമ്മയ്ക്ക് 10 സെന്റാണുള്ളത്. ആ 10 സെന്റിൽ 6 സെന്റ് സുനിതയുടെ പേര് എഴുതി കൊടുത്തതാണ്, ബാക്കിയുള്ളവരറിയാതെ. ഇവിടെ അനീതിക്ക് ചേട്ടത്തേക്ക് ഇരിപ്പുണ്ട് എങ്കിലും അത് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അതിന്റെ കൂടെ ഒരു സെന്റും കൂടെ ചേർത്ത് ഇപ്പോഴും 7 സെന്റിലാണ് ഈ വീട് പണിതിട്ടുള്ളത്. പിന്നെ ബാക്കി 3 സെന്റ് എന്റെ ബാക്കിലോട്ട് കിടക്കുകയാണ്. അത് എങ്ങനെ ഇവർ കൈകാര്യം ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മളുടെ ബ്ലോക്കിനാണ് ഈ വീട് അനുവദിച്ചതെന്ന് മനസ്സിലാക്കി ഞങ്ങൾ ഒരു ടെൻഡർ കൊടുത്തു. ടെൻഡർ കൊടുത്തിട്ട് പലരും ടെൻഡർ തന്നു. 10.5 ലക്ഷം, പിന്നെ ചിറക്കരയെന്ന് ഒരെണ്ണം വന്നത് 10-20, അങ്ങനെയൊക്കെയുള്ള തുകകളിലാണ് വന്നത്. ഞാൻ എൻ്റെ വീട് വെച്ചത് ഈ ഉണ്ണിയല്ല ഷിബു. ആ ഷിബുവിൻ്റെ കൂടെ കാര്യം പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ഒരു വീട് വെച്ച് കൊടുക്കുന്നു, അപ്പോൾ കഴിയുന്നതും രീതിയിൽ ചെയ്യണം, അത് ഏറ്റവും ചെറിയ എമൗണ്ടിൽ ചെയ്യണമെന്ന് അവൻ്റെ കൂടെ പറഞ്ഞതനുസരിച്ച് അവൻ വളരെ കാര്യമാത്ര പ്രസക്തമായ ഒരു ടെൻഡറാണ് തന്നത്. 7.25 ലക്ഷം രൂപയുടെ ടെൻഡർ തന്നു. ആ ടെൻഡർ ഞങ്ങളുടെ ബ്ലോക്ക് കമ്മിറ്റി അംഗീകരിച്ച് അദ്ദേഹത്തിന് കൊടുക്കുകയാണ് ഉണ്ടായത്. അതനുസരിച്ച് ജൂൺ 26-നാണ് ഈ നമ്മളുടെ എഗ്രിമെന്റ് വയ്ക്കുന്നത്. നമ്മളുടെ കോൺട്രാക്ടറും ബ്ലോക്ക് സെക്രട്ടറിയും ഉള്ള എഗ്രിമെന്റ്. അന്നത്തെ എഗ്രിമെന്റ് 6 മാസത്തിനകം ഇത് നിർമ്മിച്ച് നൽകണം എന്നുള്ളതാണ്. അതനുസരിച്ച് 1 മാസം കൂടെ കഴിഞ്ഞിരിക്കുന്നു ഇപ്പം. പിന്നെ അതാണ് സ്ഥിതി. അത് തീർച്ചയായിട്ടും ഷിബുവിൻ്റെ കുറ്റമല്ല. നമ്മൾ പൈസ കൊടുക്കാൻ വൈകിയതനുസരിച്ച് കൊണ്ടാണ് അത് ഈ ഒരു കാലതാമസം ഉണ്ടായത്. അല്ലെങ്കിൽ അദ്ദേഹം എന്നോട് ആദ്യം പറഞ്ഞത് സാറേ അവർക്ക് ഞങ്ങൾ
പിന്നെ വാടകയ്ക്കാണ് ആ കുട്ടി ഇവിടെ താമസിക്കുന്നത്. ആ വാടക കൊടുക്കുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് തീർക്കാം, ഞാൻ വേണമെങ്കിൽ 4 മാസം കൊണ്ട് തീർത്ത് തരാമെന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് അതനുസരിച്ച് അദ്ദേഹത്തെ കൈകാര്യം ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇത്രയും താമസിച്ചു പോയത്. എങ്കിലും വളരെ നല്ല രീതിയിൽ ഇതിൻ്റെ ഓരോ നിർമ്മാണ വേളയിലും ഇതിൻ്റെ ഓരോ ഘടകവും പരിശോധിച്ച ഒരാളാണ്. അടിസ്ഥാനം എന്നൊക്കെ പറയുന്നത് വളരെ ഇരിക്കുന്നത് അവർ പറഞ്ഞിരിക്കുന്ന നിർദ്ദിഷ്ടമായ ഒരു അളവുണ്ടായിരുന്നു. അതിനെക്കാട്ടിയും കൂടുതൽ വീതിയിലും കനത്തിലുമാണ് ഇത് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഒരുപക്ഷെ ഇവർക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ കുറച്ച് കാശൊക്കെ ഉണ്ടാകുമ്പോൾ ഇവർക്ക് മേളിലോട്ട് ഒരു നില ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അത് അവരുണ്ടാക്കിക്കോട്ടെ എന്ന രീതിയിൽ അടിസ്ഥാനം വളരെ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടാണ് ഈ പണി നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് ഈ പുകക്കുഴൽ ഇതൊന്നും നമ്മളുടെ ഇതിലുള്ളതല്ല. അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിൻ്റെ വിശാലത അനുസരിച്ചാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ മുകളിലോട്ട് നമുക്ക് കയറുന്നതിന് ഒരു സ്റ്റെയർ കേസിൻ്റെ ഒന്നും ഒരു പ്ലാനിലില്ല. അദ്ദേഹം ആ സ്റ്റെയർ കേസ് ചെയ്ത് അതിന് കൈവരിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അവർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ മുകളിലോട്ട് കയറി അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടും ഈ കുടുംബത്തെ സഹായിക്കണം എന്നുള്ളൊരു മനസ്സിയോടുകൂടി തന്നെയാണ് ഈ കോൺട്രാക്ടർ പ്രവർത്തിച്ചിട്ടുള്ളത്. ഈ കോൺട്രാക്ടർ ഈ ചെയ്ത ആ പ്രവർത്തനത്തെ ഞാൻ എല്ലാ രീതിയിലും എൻ്റെ അഭിവാദ്യം അർപ്പിക്കുകയാണ്. നല്ല രീതിയിൽ ഈ കെട്ടിടം പണി പൂർത്തീകരിച്ച് സമയബന്ധിതമായി തന്ന ഷിബുവിൻ്റെ വിശാല മനസ്കതയും നല്ല പ്രവൃത്തിയെയും അനുസ്മരിച്ചുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നീട്ടിക്കൊണ്ടു പോകുന്നത് ശരിയല്ല. ഈ റിപ്പോർട്ട് നിങ്ങളുടെ ചർച്ചയ്ക്കും വിലയിരുത്തലിനുമായി സമർപ്പിക്കുന്നു. ബഹുമാനായ എം കെ ശ്രീകുമാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ്റെ തികരം ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ ജി സദാനന്ദ സാർ, സ്വാഗതം ആശംസിച്ച ബ്ലോക്ക് സെക്രട്ടറിയും സംസ്ഥാന കൗൺസിൽ അംഗവുമായിട്ടുള്ള ശ്രീ SP രാജേന്ദ്രൻ, ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിച്ച ഭവന നിർമ്മാണ കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ A സുധീന്ദ്രൻപിള്ള, താക്കോൽദാനം നിർവഹിക്കുന്ന പെൻഷനേഴ്സ് യൂണിയന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ R രഘുനാഥൻ നായർ, മുഖ്യപ്രഭാഷണം നടത്തുന്ന സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ G ചെല്ലപ്പനാശാരി, കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ K രാജേന്ദ്രൻ, കൊല്ലം ജില്ലാ പ്രസിഡന്റ് ശ്രീ P ചന്ദ്രശേഖരപിള്ള, ജില്ലാ വൈസ് പ്രസിഡന്റും വനിതാവേദി കൺവീനറുമായിട്ടുള്ള ശ്രീമതി K കനകമ്മ ടീച്ചർ, ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ സദാശിവൻ പിള്ള, ബ്ലോക്ക് രക്ഷാധികാരി ശ്രീ R വാമദേവൻ പിള്ള, ബ്ലോക്ക് ട്രഷറർ ശ്രീ K ഗോപാലൻ, യൂണിറ്റ് പ്രസിഡന്റ് ശ്രീമതി S ഗീതാകുമാരി, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായിട്ടുള്ള ശ്രീ K ബാഹുലികൻ പിള്ള, ശ്രീ ജലധരൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ശിവപ്രസാദ്, കൃതജ്ഞത രേഖപ്പെടുത്തുന്ന യൂണിറ്റിന്റെ സെക്രട്ടറി ശ്രീ V ബാലകൃഷ്ണപിള്ള. തീർച്ചയായും വ്യത്യസ്തമായ ഒരു പരിപാടിയിലാണ് ഇന്ന് പങ്കെടുക്കുന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കേരള സംസ്ഥാന ജീവനക്കാരായി ജീവിതകാലം സേവനമനുഷ്ഠിച്ച് വിരമിച്ച് അവരുടെ അവകാശങ്ങൾക്കും അതോടൊപ്പം നമ്മുടെ നാടിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയും ഉയർത്തി ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും അതിന് ഒരു ചാലകശക്തിയായി പ്രവർത്തിക്കുക മാത്രമല്ല, അത്തരം മേഖലകളിൽ നല്ലവണ്ണം ഇടുവാനും കഴിയുന്ന ഒരു സംഘടനയായി സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മാറിയിരിക്കപ്പെടുകയാണ്. ഒരുപക്ഷെ ഒരു കാലത്ത് റിട്ടയർ ചെയ്തവർ എന്ന് പറയപ്പെടുമ്പോൾ ഇന്ന് 55 വയസ്സ് റിട്ടയർ ചെയ്യുകയാണ്. ഇന്ന് 56, അന്ന് 55 55 വയസ്സ് കഴിഞ്ഞ് റിട്ടയർ ആകുന്ന ഒരു സർക്കാർ ജീവനക്കാരനെ കണ്ടാൽ ഒരു വാർദ്ധക്യം ബാധിച്ച് ഒരു വടിയുമൊക്കെ എടുത്ത് വീട്ടിൽ അപ്പൂപ്പനായി കഴിയുന്ന ഒരു കാലഘട്ടമായിരുന്നു മുമ്പുണ്ടായിരുന്നുവെങ്കിൽ നാസ്തിയൊക്കെ മാറി യൗവനം പോലും അവസാനിക്കുന്നില്ല എന്ന മനസ്സോടുകൂടിയാണ് ഇപ്പോൾ സർക്കാർ ജീവനക്കാർ സർക്കാർ സേവനത്തിൽ നിന്ന് വിരമിക്കുന്നത്. ഒരുപക്ഷെ സേവനത്തിൻ്റെ കാലത്തിനേക്കാൾ ഏറെ നമ്മുടെ ജീവിതകാലം ജീവിക്കുവാൻ കഴിയുന്ന ഒരു മേഖലയായി
നമ്മുടെ ജീവിതകാലം ഇന്ന് മാറിയിരിക്കപ്പെടുകയാണ്. ശരാശരി ആയുർദൈർഘ്യം 80 അടുക്കുകയാണ്. സ്ത്രീകൾക്കാണെങ്കിൽ അതിൽക്കാൾ കൂടുതലേക്ക് പോയിക്കൊണ്ടിരിക്കപ്പെടുകയാണ്. വർദ്ധമാനകാല സാമൂഹ്യ സാഹചര്യത്തിൽ റിട്ടയർ ചെയ്താലും അതിനേക്കാൾ നമുക്ക് നാട്ടിൽ നല്ലവണ്ണം ആരോഗ്യത്തോടു കൂടി ഇടപെടുവാൻ കഴിയുന്ന ഒരു കാലാവസ്ഥ നമുക്കിന്നുണ്ട്. ആ കാലഘട്ടത്തിൽ എന്തു ചെയ്യണം എന്ന് നമ്മൾ ആലോചിക്കപ്പെടുമ്പോഴാണ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ സംഘടനാ പ്രവർത്തനത്തോടൊപ്പം സാമൂഹ്യ പ്രവർത്തനങ്ങളിലും ഇടപെടുക എന്നുള്ള വലിയ ദൗത്യം ഏർപ്പെട്ടുകൊണ്ടിരിക്കപ്പെടുന്നത്. ഒരുപക്ഷെ മുമ്പുള്ള കാലഘട്ടങ്ങളിൽ വ്യത്യസ്തമായിരിക്കാമെന്ന് റിട്ടയർ ചെയ്തവരുടെ അവസ്ഥയും. റിട്ടയർ ചെയ്തവർ ഭൂരിപക്ഷവും മക്കൾ അടുത്തുണ്ടായിരുന്ന കഴിഞ്ഞ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി സ്വന്തം മക്കളും ബന്ധുക്കളും എല്ലാം തന്നെ മറ്റു നാടുകളിൽ താമസിക്കപ്പെടുകയും അവരുടെ ആശംസകളും വീഡിയോ കാളും മാത്രം കാത്തിരിക്കുന്ന പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ഒറ്റപ്പെട്ട ജീവിതത്തിൽ നിന്ന് മോചനം നേടുവാനുള്ള വലിയ പ്രവർത്തനം എന്തെന്ന് ലോകത്തെമ്പാടും വിശിഷ്യ കേരളത്തിൽ ജനങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കപ്പെടുകയാണ്. 55 വയസ്സ് കഴിഞ്ഞവർക്ക് നല്ല സംഘടനാ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ കൂട്ടായ്മയും ഉണ്ടാക്കുവാൻ കഴിയും. ഇപ്പം നമ്മളുടെ കൂട്ടായ്മ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ? മുമ്പ് ചെറുപ്പക്കാർക്ക് കൂട്ടായ്മ ഉണ്ടായിരുന്നു, മുതിർന്നവർക്കുണ്ടായിരുന്നു. കുടുംബശ്രീ അടക്കമുള്ള സംഘടന കൊണ്ടുവന്ന് സ്ത്രീകളുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കപ്പെടുകയാണ്. സാമ്പത്തികമായും സാംസ്കാരികമായും അവരെല്ലാം മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും ഇന്ന് നമ്മുടെ നാട്ടിൽ കൂട്ടായ്മയുടെ അഭാവം വലിയ പ്രശ്നമായി സങ്കീർണമായി മാറിക്കൊണ്ടിരിക്കപ്പെടുകയാണ്. ആ കാലഘട്ടത്തിൽ ഇടപെടുക എന്നുള്ളത് ഇന്നാട്ടിലെ ജനങ്ങളുടെ വലിയ കടമയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ മനുഷ്യനെന്ന് പറയുന്ന ഒരു സാമൂഹ്യ ജീവി എന്ന ജീവിതക്രമത്തിന് അപ്പുറത്തേക്കുള്ള സ്വാർത്ഥതയും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലും ഇടപെട്ടുകൊണ്ടിരിക്കപ്പെടുന്ന പുതിയൊരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തെ മാറ്റിയെടുക്കുവാനുള്ള പരിശ്രമമാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കപ്പെടുന്നത്. ആ പരിശ്രമത്തിൽ ആരിടപെടണം എന്ന നിലപാട് ചോദ്യചിഹ്നമായി മാറിക്കൊണ്ടിരിക്കപ്പെടുകയാണ്. കൂട്ടായ്മ വേണമെന്ന് പലയിടത്ത് ആഗ്രഹിക്കുമെങ്കിലും അത്തരത്തിലുള്ള നോട്ടീസുകളും അവരുടെ മാഗസീനുകളുമൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. മറ്റ് സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമായി ഏറെ സാമൂഹിക പ്രതിബദ്ധത ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംഘടനയാണ് ഈ സംഘടന എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ ഞാൻ പുറത്തു നോക്കിക്കാണുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ സർവീസിലിരുന്നപ്പോൾ ഇത്രയും വലിയ സാമൂഹ്യ പ്രതിബദ്ധത ഉള്ളവരായിരുന്നോ എന്ന് നിങ്ങൾ തിരിച്ചറിയപ്പെടണം. ഒരുപക്ഷെ ആയിരിക്കണമെന്നില്ല. പലരുടെയും സർവീസിൽ നിന്ന് അവർ സർവീസ് കാലഘട്ടം സ്വന്തം വീടും കുടുംബവുമൊക്കെ വലുതാക്കുവാൻ വേണ്ടി ചിന്തിച്ചുകൊണ്ട് സാമൂഹിക പ്രതിബദ്ധതയില്ലാതെ പ്രവർത്തിച്ചിരുന്ന കുറച്ചുപേരെങ്കിലും ഈ സംഘടനയിൽ വന്ന് നല്ല സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രവർത്തകരായി മാറിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കപ്പെടുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ സേവന കാലത്തേക്കാൾ വളരെ ആവേശത്തോടു കൂടിയാണ് സേവന അനന്തരം റിട്ടയർ ചെയ്ത് ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നല്ല കാര്യമാണ്. അതിന് സർവീസ് സംഘടനയെ അഭിനന്ദിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ സംഘടന എന്ന നിലയിൽ മെച്ചപ്പെട്ട നിലയിൽ ഈ പ്രവർത്തനങ്ങളെല്ലാം ഏറ്റെടുക്കുവാൻ കഴിയുന്നു, സമൂഹത്തിൽ അടയാളമായി മാറുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് രണ്ടഭിപ്രായമില്ല. തീർച്ചയായും ഭവനം നിർമ്മിച്ചു കൊടുക്കുക ഏറ്റവും വലിയ കാര്യമാണ്. ഒരു ജീവിത കാലഘട്ടങ്ങളിൽ വലിയ സ്വപ്നമാണ് സ്വന്തമായി ഒരു വീട് വയ്ക്കുക, ആ വീട്ടിലൊന്ന് താമസിക്കുക, അവിടെ ഒന്ന് കുടന്നിറങ്ങുക, അവിടുത്തെ നമ്മുടെ കുട്ടികളെ അവിടെ കൊണ്ടുവന്ന് നല്ല വിദ്യാഭ്യാസം ചെയ്യിക്കുക. മറ്റുള്ള വീടുകളിൽ കുട്ടികൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ നമ്മളും അങ്ങനെയാകണമെന്ന് സ്വയം ചിന്തിക്കാത്ത ഒരു വ്യക്തി പോലും ഈ നാട്ടിലുണ്ടാകില്ല. തീർച്ചയായും നമ്മുടെ നാട്ടിൽ ഭവന നിർമ്മാണ പദ്ധതിക്ക് കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കുന്ന ഒരു സംസ്ഥാനമാണ് എങ്കിൽ കൂടിയും സംസ്ഥാന ഗവൺമെന്റിൻ്റെയൊക്കെ മാനദണ്ഡം പരിശോധിക്കപ്പെടുമ്പോൾ അതൊരു പൊതുമാനദണ്ഡമാണ്. ചിലപ്പോൾ മാനദണ്ഡം പരിശോധിക്കപ്പെടുമ്പോൾ ഓൺലൈനിൽ നമുക്ക് അപേക്ഷ കൊടുത്തുകൊണ്ട് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ ലിസ്റ്റ് പുറത്തു വരുമ്പോൾ സാമൂഹ്യ ഘടനയും അവിടെ സാമ്പത്തികാവസ്ഥയും നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഓൺലൈനിലുള്ള അപേക്ഷയും അത് നിർണ്ണയിക്കപ്പെടുന്ന മെത്തേഡും കൊണ്ട് നോക്കുമ്പോൾ ചിലപ്പോഴും അർഹരായവർ പിറകെയും അല്ലേ അനർഹരായവർ മുമ്പെയും വരുന്നു എന്നുള്ളത് ആ മാനദണ്ഡത്തിൻ്റെ പ്രത്യേകതയാണ്. ആ മാനദണ്ഡം അങ്ങനെ മാത്രമേ ചെയ്യുവാൻ കഴിയൂ. തീർച്ചയായും അത്തരത്തിൽ മാനുഷിക പരിഗണന കൊണ്ടുകൊണ്ട് ഏറ്റവും അർഹരായവരെ തിരഞ്ഞെടുത്തുകൊണ്ട് ഭവനനിർമ്മാണം പ്രവർത്തനം നടത്തുവാൻ നമ്മുടെ സർവീസ് സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ജില്ലയിൽ തന്നെ ഇപ്പോൾ സൂചിപ്പിച്ച 5 ബ്ലോക്കുകളിൽ അല്ലേ ഈ പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടുണ്ട്. 6ാമത്തെ ബ്ലോക്കായി നമ്മുടെ ഇത്തിക്കര ബ്ലോക്കും
മാറിയിരിക്കപ്പെടുക. തീർച്ചയായിട്ടും ഭവന നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇടപെട്ട ഒരാളാണ് ഞാൻ. ഇതിൻ്റെ തറക്കല്ലിടൽ കർമ്മത്തിലും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. സമയബന്ധമായിട്ടാണ് അത് പൂർത്തീകരിക്കപ്പെട്ടത്. വളരെ ഉത്തരവാദിത്വത്തോടുകൂടി. സുധീന്ദ്രനൻ എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യപ്പെടുന്ന ഒരാളാണ്. വളരെ ശാഠ്യക്കാരനുമാണ്. അത് ഒരു പോരായ്മയും ഉൾക്കൊള്ളുന്ന ഒരാളുമല്ല. വളരെ കൃത്യതയോടുകൂടി ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന ശാഠ്യക്കാരനായിട്ടുള്ള ഒരാൾ ഇതിൻ്റെ ചുമതല ഏറ്റെടുത്ത് കൃത്യമായി ഈ പ്രവർത്തനം, 1 മാസം എന്ന് പറഞ്ഞാൽ പ്രതികൂലമായ സാഹചര്യം സ്വാഭാവികമായി ഉണ്ടാകും. ഒരു 7 മാസം കൊണ്ട് ഒരു വീട് പൂർത്തീകരിക്കുക മാത്രമല്ല, ഇപ്പം വീട് കാണുമ്പോൾ തന്നെ അറിയാം, എല്ലാ പ്രവർത്തനങ്ങളും പ്ലംബിംഗ്, ഇലക്ട്രിക്, എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് കയറി താമസിക്കാൻ കഴിയത്തക്ക നിലയിൽ ഒരു വീട് പൂർത്തീകരിച്ചെടുക്കപ്പെടുകയാണ്. തീർച്ചയായും അത് നേതൃത്വം കൊടുത്ത പൂതക്കുളം ആലോചിക്കപ്പെട്ട കമ്മിറ്റി, ബ്ലോക്ക് കമ്മിറ്റി, അതുപോലെ പൂതക്കുളം യൂണിറ്റ് കമ്മിറ്റി, അതിൻ്റെ നിർമ്മാണ കമ്മിറ്റിക്ക് നേതൃത്വം കൊടുത്തവർ ഉണ്ട്. ബ്ലോക്കിലെ ഒരു പരിപാടിയുടെ സമാപനം 5 മണിക്കുണ്ട്. നമ്മുടെ ബ്ലോക്കിലെ ഭിന്നശേഷി കലോത്സവം നടക്കുകയാണ്. അതിൻ്റെ സമാപന സമ്മേളനത്തിൽ കൂടി പങ്കെടുക്കണം. അതുകൊണ്ട് 5 മണിയാകുമ്പം ഞാൻ ഇവിടെ നിന്ന് പോകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ പൊതുസമ്മേളനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനം. അമ്പത്തഞ്ചല്ല, നിങ്ങൾ 90 റിട്ടയറായ മടിയല്ല. 55 പറഞ്ഞ ഇപ്പോഴല്ലേ 56 വയസ്സാവുന്നത്. 10 ശമ്പള കമ്മീഷനോട് നമ്മളെ രജിസ്റ്റർ ഇത്രയും വന്നിട്ടില്ല. അതാണ് എല്ലാവരും ഇട്ടിട്ടില്ല. ആദ്യം ഇതിട്ടുണ്ടേ അത് പറഞ്ഞ ആറ്റത്തേക്ക് മാറ്റണം. ഇട്ടാട്ടാണ് സാർ ഒരു കാര്യം ഞാൻ വന്നു. ഞാൻ 2:45 വന്നു. ഇന്ന് സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നാട്ടിലെ ഏറ്റവും ഒരു സന്തോഷകരമായിട്ടുള്ളൊരു
ദിനം തന്നെയാണ്. കാരണം നമുക്കറിയാം സരസ്വതി അമ്മ ഇപ്പോൾ ഈ വേദിയിലില്ല, നിലവിലെ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അമ്മ തന്നെ ഒരുപാട് ആവർത്തി എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, അന്ന് ലൈഫിൽ ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ പറ്റാതെ പോയ ഒരു ബുദ്ധിമുട്ട്. അത് എന്തോ കാരണത്താൽ ചില സാങ്കേതിക, നേരത്തെ ശ്രീമർ സാർ അവിടെ സൂചിപ്പിച്ച പോലെ ചില സാങ്കേതിക കാരണങ്ങളാൽ അത് ലൈഫിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റാതെ പോയിട്ടുണ്ട്. അതിന് ഇവിടെ ഒരു അവസരം ഒരുക്കി തന്ന പെൻഷനേഴ്സ് യൂണിയന്റെ ഈ വാർഡിന് വേണ്ടി ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ്. നിങ്ങളുടെ ഓരോ പ്രവർത്തനവും ഇതുപോലെ മികച്ച രീതിയിൽ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആൾക്കാരെയും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. താക്കോൽദാനമാണ്. താക്കോൽദാനം നൽകുന്നത് നമ്മുടെ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ബഹുമാനായ രൂപനാഥ് സാഹിബ് സാറാണ്. രീതിയിലേക്ക് പോവുകയാണ്. അങ്ങനെ ഒരു പ്രതികൂല സാഹചര്യത്തിൽ ഇത്തരം ജനോപകാരപ്രദമായ പരിപാടികൾ ഏറ്റെടുത്ത് നടത്തുന്നതിന് വേണ്ടി ഈ സംഘടനയ്ക്ക് ഊർജവും നൽകി കരുത്ത് നൽകി നയിക്കുന്ന ബഹുമാനായ നമ്മുടെ ജനറൽ സെക്രട്ടറിയെ ആദരപൂർവ്വം ആ കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കും. ബഹുമാനപ്പെട്ട ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റുമായ സദാനന്ദൻ സാർ, നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ MK ശ്രീകുമാർ, ഈ വാർഡിൻ്റെ കൗൺസിലറായ അൻസാരി, സംസ്ഥാന കമ്മിറ്റിയിലെ സഹപ്രവർത്തകരായ വൈസ് പ്രസിഡന്റ് ശ്രീ ചെല്ലപ്പനശ്ശാരി സാറ്, ജില്ലാ സെക്രട്ടറി ശ്രീ രാജേന്ദ്രൻ, പിന്നെ ജില്ലാ പ്രസിഡന്റ്, അങ്ങനെ ഞാൻ പറയാറില്ല, ചന്ദ്രൻപിള്ള സാറ്, സ്മൃതി കനകമ്മ, സദസ്സിലുള്ള മറ്റ് വേദിയിലുള്ള നേതാക്കളെ, സദസ്സിലുള്ള സഹപ്രവർത്തകരെ, സഹോദരി സഹോദരൻ, നമ്മുടെ പ്രസിഡന്റ് ചെറിയൊരു ആപ്പ് വെച്ചിട്ടാണ് യോഗാധ്യക്ഷനെ പ്രതികൂല സാഹചര്യമാണ്, എന്നാത്ര പ്രതികൂലമല്ല, അനുകൂല സാഹചര്യം തന്നെ. നമ്മൾ പറഞ്ഞതിനെ പ്രതികൂലമാക്കാതിരുന്നു. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇല്ല. ജാതി വ്യത്യാസം, മതവ്യത്യാസം, രാഷ്ട്രീയ വ്യത്യാസം, അങ്ങനെ എല്ലാ തരത്തിലും വ്യത്യസ്ത പദവി വ്യത്യാസം. സർവീസിലിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സർവീസിലിരിക്കുമ്പോഴുള്ള പദവി, ആ പദവി കുറച്ച് നാട് കഴിഞ്ഞാലും പോകില്ല. അതിൻ്റെ ഒരു രസകരമായ ഒരു ഉദാഹരണം, ഈ നമ്മുടെ സംഘടന രൂപീകൃതമായ ആ ഘട്ടത്തിൽ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മ ഒരു ഏകോപനം. അപ്പം അതിലെല്ലാ സംഘടനകളും, പെൻഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളും, അപ്പോൾ അതിൽ പോലീസ് വെൽഫെയർ അസോസിയേഷൻ, അപ്പോൾ ആ പോലീസ് വെൽഫെയർ അസോസിയേഷൻ ഞങ്ങളത് മ്യൂസിയം ജംഗ്ഷനിൽ നിന്ന് പ്രകടനം ആരംഭിച്ച് പഴവങ്ങാടിയിലേക്ക് പോകും. അപ്പോൾ വെൽഫെയർ അസോസിയേഷൻ്റെ നേതാക്കളും പ്രവർത്തകരും ഇല്ല, വഴിയിൽ നിന്ന് അതിൻ്റെ നിർദ്ദേശങ്ങൾ. അപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ജാഥയിൽ, ഞങ്ങൾ പോലീസാണ്, സർവീസിലായിരുന്നപ്പോഴാണ് പോലീസ്, പക്ഷെ ഇറങ്ങിയപ്പോഴും അത് മാറിയിട്ടില്ലായിരുന്നു. അതേപോലെ ഈ പദവികളിലുള്ള ചില പ്രത്യേകതകൾ, ആ പദവി വ്യത്യാസം ഇല്ലാതെ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള സംഘടനയായിരിക്കും. പറഞ്ഞുകൂടാത്തതാണെങ്കിൽ ഞാൻ പിന്നെ പിൻവലിക്കാം. അങ്ങനെ അതായത് ഞങ്ങൾ പറയും,
ഈ പെൻഷൻകാർ എന്ന് പറയുന്ന നമ്മുടെ സംഘടനയിലുള്ള ആളുകൾ അല്ല ഞങ്ങൾ തന്നെ അവകാശപ്പെടുന്നത് ഞങ്ങൾ സർവീസിലിരിക്കുന്ന കാലത്ത് ജനങ്ങളെ ഇക്കാലമത്രയും നേരത്തെ പറഞ്ഞ പോലെ ഇക്കാലമത്രയും സേവിച്ച ആളുകളാണ്. അങ്ങനെ ഇക്കാലമത്രയും സേവനം നൽകിയവരും ഈ സംഘടനയിലുണ്ട്. സർവീസിലിരുന്ന കാലത്തെല്ലാം പരമാവധി ദ്രോഹം ചെയ്തവരും ഈ സംഘടനയിൽ. ഈ ദ്രോഹം ചെയ്യുന്നതിന് ശമ്പളം കിട്ടിയിരുന്നു, അതാണ് സവിശേഷത ഇല്ലേ? അല്ല ചുമ്മാ നമ്മൾ പോയി ഇത് ചെയ്തതല്ല, ശമ്പളം വാങ്ങിക്കൊണ്ട് അങ്ങനെ ചെയ്തവർ ഒരുമിച്ച്. വേറൊരു സവിശേഷത അതും പറയാവുന്ന എനിക്ക് അറിഞ്ഞൂടാ, മോശമാണെങ്കിൽ പിന്നെ ഈ സർവീസിൽ ഇരുന്ന കാലത്ത് ഞാനും ഇവരൊക്കെ സമരം ചെയ്തു, പ്രക്ഷോഭ സമരം. അങ്ങനെ അതിനെ നേരിടുന്നതിന് വേണ്ടി പോലീസ് നമ്മളെ അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി ഇപ്പൊ രാജേന്ദ്ര സാർ പറഞ്ഞ പോലെ 28-ലാണ് ഞങ്ങൾ കാണുന്നത്. ആ ഘട്ടത്തിലെല്ലാം ഈ പോലീസ് പിന്നെ അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി ഒളിവിൽ ഇവർക്കൊക്കെ അറിയായിരുന്നു. അങ്ങനെ നമ്മൾ സംഘടനാ പ്രവർത്തകർ ഒളിവിൽ പോയിരുന്നു. അങ്ങനെ ഒളിവിൽ പോയ എന്നെ കാണിച്ചു കൊടുത്ത ആള് ഈ സംഘടനയിൽ. സർവീസിൽ ഇരുന്ന കാലത്ത് വ്യത്യസ്ത സംഘടനകളിൽ പരസ്പരം ഏറ്റുമുട്ടിയുക ഇവരെല്ലാരെയും ചേർത്തിട്ടുള്ള ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. അത് ഈ 92-ൽ സംഘടന രൂപീകൃതമായി 94-95 ആയപ്പോഴത്തേക്ക് തന്നെ ആദ്യത്തെ ഒന്ന് ഗുജറാത്ത്. അപ്പോൾ തൊട്ട് ഇന്ത്യ രാജ്യത്തുണ്ടായിട്ടുള്ള എല്ലാ പ്രകൃതി ദുരന്തങ്ങളുടെയും ഘട്ടത്തിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അത് നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല, മറ്റു ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല. നേപ്പാളിൽ ദുരിതമുണ്ടായപ്പോൾ അവിടെ അവരെ സഹായിക്കുന്നതിന് അങ്ങനെ ഇന്ത്യക്കകത്തും നമ്മുടെ സംസ്ഥാനത്തും ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടനയുടെ ഒരു പ്രധാന ലക്ഷ്യമായും പ്രധാന പ്രവർത്തനമായും കണ്ടുകൊണ്ടാണ് ഈ കാലപത്രയും നടത്തിയത്. അങ്ങനെ നടത്തി വരുന്നതിൻ്റെ കൂട്ടത്തിലാണ് ഒരു ഘട്ടത്തിൽ ഈ 2016 ശേഷം ഗവൺമെൻറ് ഇത് തീരുമാനിക്കുകയാണ്, ഒരു പ്രത്യേക രീതിയിൽ തീരുമാനിക്കുകയാണ്. ഒരു നവകേരളം, പുതിയൊരു കേരളം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ നവകേരളം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചിന്തിക്കുന്നത് കേരളത്തിൽ ആ കെട്ടിപ്പടുക്കുന്ന പുതിയ കേരളത്തിൽ വീടില്ലാത്ത ആളുകൾ ഉണ്ടാവാൻ, അങ്ങനെ വീടില്ലാത്ത ആളുകൾ ഉണ്ടാവാതിരിക്കാൻ പരമാവധി എല്ലാവർക്കും വീടില്ലാത്തവർക്കെല്ലാം വീട് വെച്ചു കൊടുക്കുക. അത് സർക്കാരിന് മാത്രം ചെയ്യാൻ കഴിയുന്നതല്ല, സന്നദ്ധ പ്രവർത്തനത്തിലൂടെ ചെയ്യാൻ കഴിയും. ആ സന്നദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി ചെയ്യാൻ കഴിയുന്ന ഒരു സംഘടനയാണ് നമ്മുടെ സംഘടന എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രവർത്തനം ഏറ്റെടുക്കുകയും ആ പ്രവർത്തനത്തിൽ സഹായകരമാകുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യും. അതിന്റെ മറ്റു പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഇപ്പോൾ കൊല്ലം ജില്ലയിലൊക്കെ അഭിമാനിക്കാവുന്ന തരത്തിലാണ് വിക്ടോറിയ ആശുപത്രിയിൽ ICU നിർമ്മിച്ചു കൊടുത്തത്, ഫാർമസി ഉണ്ടാക്കി കൊടുത്തത് തുടങ്ങിയിട്ടുള്ളതില്ല. അതിന്റെ കൂടുതൽ ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ പെൻഷനേഴ്സ് യൂണിയൻ എന്ന് പറയുന്ന സംഘടന പെൻഷൻ വാങ്ങുന്നവരുടെ സംഘടനയായിരിക്കുമ്പോൾ തന്നെ പെൻഷൻ കൊടുക്കുന്നവരുടെയും കൊടുക്കുന്നു. ഇവിടെ കൊല്ലം ജില്ലയിൽ കൊടുക്കുന്നു. എല്ലാ ജില്ലയിലും മറ്റു സാങ്കേതിക കാരണങ്ങളായി ക്ഷേമ പെൻഷനും മറ്റും കിട്ടാത്തവർക്ക് പെൻഷൻ ലഭിക്കുന്നതിന് മുമ്പ്, നമ്മുടെ പെൻഷൻ ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് നമ്മുടെ നിശ്ചിത തുക എത്തിച്ചു കൊടുക്കുന്ന യൂണിറ്റുകൾ ഘടകങ്ങളുണ്ട്. ഇവിടെ ഇപ്പോൾ പൂതക്കുളം യൂണിറ്റിന്റെ പ്രവർത്തനം പറഞ്ഞ പോലെ തന്നെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായി വീട് വെച്ചു കൊടുക്കുന്നത്. ഇതിനോടകം ഇപ്പൊ ഞാൻ കണ്ണൂർ ജില്ലയിലെ 3 വീടുകൾക്ക് താക്കോൽ ദാനം എന്നല്ല നമ്മൾ പറയുന്നത്, താക്കോൽ കൈമാറുന്ന പരിപാടി ആ പങ്കെടുത്തു. വേറെ ജില്ലയിൽ ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ 3ാമത്തെ വീടിന്റെ 2 വീടുകളുടെ താക്കോലും കൊടുത്തു കഴിഞ്ഞു. 3ാമത്തെ വീടിന്റെ താക്കോല് ഈ അടുത്ത ദിവസങ്ങളിൽ കൊടുക്കാൻ കഴിയും. അങ്ങനെ ആ പ്രവർത്തനത്തിൽ കൃത്യമായി ഈ സംഘടന പ്രവർത്തിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ അഭിമാനത്തോടെ തന്നെ പറയുന്ന ഒരു കാര്യം, ഈ പെൻഷൻകാരുടെ സംഘടന പെൻഷൻ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇത്തരം പ്രവർത്തനങ്ങളിൽ അതിന് പ്രത്യേക കാരണമുണ്ട്. നമ്മുടെ കെട്ടിടങ്ങൾ സ്വന്തമായി കെട്ടിടങ്ങളുണ്ട്.
ആ കെട്ടിടങ്ങളെല്ലാം തന്നെ ഈ പിന്നെ കോവിഡിന്റെ കാലത്ത് വളരെ നമുക്ക് വേറെ അതും കൂടെ വേണമെങ്കിൽ അങ്ങ് പറഞ്ഞേക്കാം. നമ്മൾ സാധാരണ ഇപ്പൊ നിങ്ങളിപ്പോ ആ സംസ്ഥാന കമ്മിറ്റിയിൽ ആലോചിക്കാൻ ചിലപ്പോൾ ഈ മെമ്പർഷിപ്പിനൊക്കെ പോകുമ്പോൾ ചില ആളുകൾ പിന്നെ കുടിശ്ശിക കിട്ടാത്തത് കൊണ്ട്, പരിഷ്കരണം വരാത്തത് കൊണ്ട് അങ്ങനെയൊക്കെ ഇത് പിന്നത്തേക്ക് അല്ലെങ്കിൽ പ്രതികൂലമായി എടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്ന ആരും അങ്ങനെ പറഞ്ഞു കാണൂല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇത് വാങ്ങിത്തരാത്തതുകൊണ്ട് മെമ്പർഷിപ്പ് ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുകയാണ്, ഞങ്ങൾ വാങ്ങിത്തരാമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. നിങ്ങളും നമ്മളും ചേർന്ന് പോയി വാങ്ങാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ഒരുമിച്ച് ഇനി പോയി ഇത് വാങ്ങാം. ആ വാങ്ങുന്നതിന് പ്രവർത്തനം നടത്തുന്നതോടൊപ്പം അതുകൊണ്ട് അവരോടെല്ലാം ഈ ദുരിതമനുഭവിക്കുന്നവരോട് വേണമെങ്കിൽ പറയാം. ഇവിടെ ഈ വയനാട്ടിൽ ദുരിതമനുഭവിച്ച വീട് പോയ ഒരാളിൻ്റെ അടുത്ത് പറയാം, നിങ്ങൾക്ക് വീട് വെച്ച് തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അത് കുടിശ്ശിക കിട്ടിയിട്ട് വിശക്കുന്ന ഒരാളിൻ്റെ അടുത്ത് നമ്മൾ കുടിശ്ശിക കിട്ടിയിട്ട് വാങ്ങിത്തരാമെന്നല്ല പറയേണ്ടത്, നമ്മുടെ അപ്പം കൊടുക്കേണ്ടതാണ് എന്നുള്ളതുകൊണ്ട് അത്തരത്തിൽ തന്നെയാണ് നമ്മുടെ സംഘടന മുന്നോട്ട് പോകുന്നത്. ആ തരത്തിൽ നമുക്ക് ഈ പ്രതികൂല കാലാവസ്ഥയെ അല്ലെങ്കിൽ സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. അത് മുന്നോട്ട് പോകുന്നതോടൊപ്പം തന്നെ ഇതിനാണ് മുൻഗണന കൊടുക്കേണ്ടത് എന്ന കാര്യവും ശ്രദ്ധിച്ചുകൊണ്ട് ഇവിടെ വരാനും ഈ ചടങ്ങിലേക്ക് അത് നിർവഹിക്കാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും അഭിമാനിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് നിങ്ങളുടെ എല്ലാ സാന്നിധ്യത്തിൽ കൈമാറൽ നിർവഹിക്കുന്നു. നമ്മുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും ബ്ലോക്ക് പ്രസിഡന്റുമായ ശ്രീ ഇ സദാനന്ദൻ, പ്രാർത്ഥന നടത്തിയ ശ്രീമതി ആർ അനന്തകുമാരി, സ്വാഗതം ആശംസിച്ച ബ്ലോക്ക് സെക്രട്ടറി ശ്രീ എസ് പി രാജേന്ദ്രൻ, റിപ്പോർട്ട് അവതരിപ്പിച്ച ശ്രീ എ സുധീന്ദ്രൻപിള്ള, ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മളുടെ ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീ എം കെ ശ്രീകുമാർ, ഈ താക്കോൽ കൈമാറ്റം നടത്തിയ നമ്മളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ആർ രഘുനാഥ് നായർ സാറ്, ജില്ലാ സെക്രട്ടറി രാജേന്ദ്രൻ, ജില്ലാ പ്രസിഡന്റ് ചന്ദ്രശേഖരപിള്ള, ജില്ലാ വൈസ് പ്രസിഡന്റ് കനകമ്മ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള മാന്യ സുഹൃത്തുക്കളെ, ഈ താക്കോൽ സ്വീകരിച്ച സരസ്വതി അമ്മയുടെ മകൾ ശ്രീമതി സുനിതാകുമാരിയും കുടുംബവും മറ്റു സുഹൃത്തുക്കളെ, ഇവിടെ നമ്മളുടെ കൊല്ലം ജില്ലാ കമ്മിറ്റി അതിൻ്റെ 31ാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ വെച്ച് നമ്മുടെ ജില്ലയിൽ 17 ബ്ലോക്ക് പ്രവർത്തിക്കുന്നുണ്ട്. ആ 17 ബ്ലോക്കിലും നമ്മൾ
സാധുക്കളായ നിർദ്ധനരായ ആളുകളെ കണ്ടെത്തി 17 വീട് വെച്ച് കൊടുക്കാം എന്ന് തീരുമാനിക്കുകയും ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കഴിഞ്ഞ വർഷം സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് കൊല്ലത്ത് നടന്ന സമ്മേളനത്തിൽ 5 കുടുംബങ്ങൾക്ക് താക്കോൽ കൈമാറ്റം നടത്തുകയും ചെയ്തു. പിന്നീട് നമ്മുടെ ഈ സംസ്ഥാന സമ്മേളനവും മറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മുടെ പെൻഷൻ സുഹൃത്തുക്കളുടെ ഇന്ന് നമ്മൾ കൂടുതൽ സമ്പത്ത് സ്വരൂപിക്കുന്ന ഒരു പ്രവർത്തനങ്ങളുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് ഈ മറ്റ് ബ്ലോക്കുകളിലെ ഈ വീട് നിർമ്മാണം അല്പം സാവകാശത്തിൽ ആകേണ്ടി വന്നു. ഇപ്പോൾ നമ്മുടെ ഇത്തിക്കര ബ്ലോക്കിൽ 6ാമത്തെ വീടായി. അതോടൊപ്പം തന്നെ 7ാമത് നമ്മൾ ചടയമംഗലം ബ്ലോക്കിൽ ഒരു വീടിൻ്റെ കല്ലിടിയിൽ കർമ്മം ഇന്നലെ നമ്മുടെ ജില്ലാ സെക്രട്ടറി നടത്തുകയുണ്ടായി. ഈ പരിപാടികളുടെ ആകെ തന്നെ നമ്മുടെ ജില്ലയിൽ നമ്മളുടെ പെൻഷൻകാരുടെ ആ നല്ല സഹകരണത്തോടു കൂടിയാണ് മുന്നോട്ട് നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ആ രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു. പിന്നെ നമ്മളെ പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ അവകാശങ്ങളും അവലാദികളും ഒക്കെ ഉണ്ട്. അത് ജനറൽ സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ചു. ആ ഭാഗത്തേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. ഏതായാലും ഈ ഇത്തരം ഒരു സന്ദർഭത്തിൽ ഇതിൽ സഹകരിച്ച മുഴുവൻ ആൾക്കാർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് സംസാരിക്കുന്നതിന് ജില്ലാ സെക്രട്ടറി ശ്രീ കെ രാജേന്ദ്രൻ അവരെ ക്ഷണിക്കുക. ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും എൻ്റെ സുഹൃത്തുമായിട്ടുള്ള സാനന്ദ സാർ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള പെൻഷൻ സുഹൃത്തുക്കളെ, നമ്മുടെ സംഘടന 2022 ശാസ്താംകോട്ടയിൽ ചേർന്ന 31ാം ജില്ലാ സമ്മേളനത്തിലാണ് 17 വീടുകൾ 17 ബ്ലോക്കുകളിലായി വെച്ചു കൊടുക്കണമെന്ന് തീരുമാനിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം 5 വീടുകൾ 2024 ജൂലൈ മാസം 29ാം തീയതി 5 വീടുകൾ പൂർത്തീകരിച്ച് അതിൻ്റെ താക്കോൽ ദാനം അന്നത്തെ ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാം എന്ന് ഏറ്റിരുന്നത്, പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റിരുന്നത് നമ്മൾ ആരാധനായ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഔപചാരികമായി ഡൽഹിയിലൊരു കമ്മിറ്റിയിൽ പങ്കെടുക്കേണ്ടതുകൊണ്ടാണ് അന്ന് വരാൻ കഴിയാതെ പോയത്. അതിൻ്റെ ഭാഗ്യം ലഭിച്ചത് അന്നത്തെ മൃഗക്ഷീര വികസന വകുപ്പ് മന്ത്രിയായിട്ടുള്ള ചിഞ്ചുറാണി അവർ മന്ത്രിക്കായിരുന്നു അതിൻ്റെ ഭാഗ്യം ലഭിച്ചത്. നമ്മൾ ആദ്യമായി വീട് എൻ്റെ തറക്കല്ലിട്ടത് നമ്മളെ ജനറൽ സെക്രട്ടറി വെട്ടിക്കവല സഹാനന്തപുരത്ത് ബ്ലോക്കിൽ വെട്ടിക്കവല സഹാനന്തപുരത്ത് നിർത്തണ്ടായ ഒരു കുടുംബത്തിനാണ്. അതിനുശേഷം വീണ്ടും നമ്മൾ ചവറ, അന്ന് തന്നെ ആ ചവറ ശക്തികുളങ്ങര ഒരു വീടിന് തറക്കല്ലിടുകയുണ്ടായി. അതിനുശേഷം വെളിയത്ത് ഒരു വീടിൻ്റെ തറക്കല്ലിട്ട്, അതുപോലെ മുഖത്തല ബ്ലോക്കിൽ ഒരു വീടിൻ്റെ തറക്കല്ലിട്ട്, പട്ടാഴി യൂണിറ്റിൽ 164 മെമ്പർഷിപ്പ് മാത്രമുള്ള പട്ടാഴി യൂണിറ്റിൽ ഒരു വീടിൻ്റെ തറക്കല്ലിട്ട് വീട് പൂർത്തീകരിച്ച് അങ്ങനെ 5 വീട് താക്കോൽദാനം നടത്തുകയുണ്ടായി. വീണ്ടും ഇപ്പോൾ 6ാമത്തെ വീട്, അന്ന് ഈ തറക്കല്ലിടാൻ വരുമ്പോൾ ഞാൻ തന്നെയാണ് എൻ്റെ തറക്കല്ലിട്ടത്. വളരെ പ്രതികൂല കാലാവസ്ഥയിൽ അന്ന് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ ചെളി ആയി കിടക്കുന്ന സ്ഥലത്താണ് നമ്മളന്ന് ഈ വളരെ അഭിമാനത്തോടു കൂടി പറയാം അങ്ങനെ അവരിയ്ക്കുന്നത്. അപ്പോൾ ഈ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഷിബു വളരെ ത്യാഗം ചെയ്ത് തന്നെയാണ്. അവർ അച്ഛന് സുഖമില്ലാതെ വന്നു, അച്ഛൻ മരണപ്പെട്ടു, അമ്മയ്ക്ക് സുഖമില്ലാതെ വന്നു, അമ്മ ഇപ്പോൾ റിക്കവറി ആയി വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ പ്രതികൂല സാഹചര്യത്തിലും ആ വീട് വെച്ചു കൊടുക്കുന്നതിന് ശുഷ്കാന്തി കാണിച്ച ഷിബുവിനെയും ഈ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യങ്ങൾ ചെയ്തുകൊണ്ട് ഇവിടെ വന്ന് ഇരിക്കുന്ന എല്ലാ പെൻഷൻ സുഹൃത്തുക്കളെയും സുമനസ്സുകളായിട്ടുള്ള എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നടത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് കോൺട്രാക്ടറെ അനുമോദിക്കലാണ്. നമ്മുടെ ജില്ലാ പ്രസിഡന്റ് നിർവഹിക്കും. ആദരിക്കുന്നതിന് മുന്നേ 2 വാക്ക് സംസാരിക്കും. അതിനുശേഷം നമുക്ക് എല്ലാവരും പ്രധാനമാണ് എങ്കിൽ പോലും അവസാനമായി സംസാരിച്ച നമ്മുടെ ജനറൽ സെക്രട്ടറി ശ്രീ രഘുനാഥൻ നായർ സാർ, ഇത്തിക്കര ബ്ലോക്കിന്റെ പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് MK ശ്രീകുമാർ, മറ്റ്
വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട അതിഥികളെ, പ്രിയമുള്ളവരെ, ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചവരെല്ലാം തന്നെ ഇതിൻ്റെ ഈ വീടുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളും സംസാരിച്ചു. എന്നാൽ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, നേരത്തെ ജില്ലാ സെക്രട്ടറിയെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ജില്ലാ സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയിലുമൊക്കെ ആലോചിച്ച് കൊല്ലം ജില്ലയിലുള്ള 17 ബ്ലോക്കുകളും 17 വീടുകൾ ചെയ്തു കൊടുക്കണം. ആർക്കാണ്? ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്ന പെൻഷൻകാരല്ലാത്ത ആളുകൾക്ക് കൊടുക്കണമെന്ന് തീരുമാനിച്ചു. അപ്പൊ ഈ പല ഭാഗത്ത് നമ്മുടെ പെൻഷൻകാരല്ലെങ്കിൽ മറ്റുള്ളവർ ചോദിച്ചു, ഗവൺമെന്റ് ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട വീടുകൾ ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് പെൻഷൻ സംഘടന ചെയ്ത്? പെൻഷൻ സംഘടന ആലോചിച്ചപ്പോൾ, അതായത് ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്ന വീടുകളിൽ അതിന്റെ സാങ്കേതിക കാരണത്താൽ ഗവൺമെന്റിന് ത്രിതല പഞ്ചായത്തുകൾക്ക് കൊടുക്കാൻ കഴിയാത്ത ആളുകൾ, അർഹരായവർക്ക് നമ്മുടെ സംഘടനയ്ക്ക് അത് നോക്കി കൊടുക്കാൻ കഴിയും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജില്ല തീരുമാനം. ജില്ല തീരുമാനിച്ചാൽ മുഴുവൻ ബ്ലോക്കുകളാണ് അതിന്റെ ചുമതല. അതായത് അതിന്റെ അടങ്കൽ തുകയെന്ന് പറയുന്നത് 10 ലക്ഷം രൂപ, 500 അല്ലെങ്കിൽ 550 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടുകൾ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന ദിവസമായ 29-ാം തീയതി, ജൂൺ 29-ാം തീയതി 5 വീടിന്റെ താക്കോൽദാനം നടത്തി. ആ 5 വീടിന്റെ താക്കോൽ നടത്തിയതിനു ശേഷം, ആ സമ്മേളനത്തിന് ശേഷം നമ്മുടെ കേരളത്തിലെ മുഴുവൻ, കൊല്ലം ജില്ലയിലുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ, സർവീസ് സംഘടനകളുടെ നേതാക്കന്മാർ, അല്ലെങ്കിൽ മറ്റ് സംഘടനകളുടെ നേതാക്കന്മാരൊക്കെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താണ്? കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ എന്ന് പറയുന്ന സംഘടന ചെയ്ത മഹത്തായ ഒരു കാര്യമാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വിക്ടോറിയ ഹോസ്പിറ്റൽ ചെയ്ത കാര്യങ്ങളെ ഒന്നും തന്നെ നമ്മൾ സൂചിപ്പിക്കുന്നില്ല. പെൻഷൻ വാങ്ങിക്കുന്ന നമ്മൾ പെൻഷൻ നിർധനരായവർക്ക് പെൻഷൻ കൊടുത്ത സംഘടന. ആ രീതിയിലൊക്കെ പറയുമ്പോൾ നമ്മുടെ സംഘടനയെ പോലെ ഇതിന്റെ ഈ വീടിന്റെ പണി ഏറ്റെടുത്ത കോൺട്രാക്ടർ ഷിബു എസ്റ്റിമേറ്റ് അനുസരിച്ച് അതിന് ഉപരിയായി ഒട്ടനവധി കാര്യങ്ങൾ ഏറ്റവും അർഹതയുള്ള ഒരു കുടുംബം എന്നുള്ള രീതിയിൽ അദ്ദേഹം ഷിബു ഈ വീടിന് വേണ്ടി ചെയ്തതിന് ആദ്യമായി ആ ഷിബുവിനെ നിങ്ങളുടെ എല്ലാം പേരിൽ, ഈ സംഘാടക സമിതിയുടെ പേരിൽ, ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ മുഴുവൻ അഭിനന്ദനങ്ങളും ഞാൻ നേരുകയാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഈ വീട് കിട്ടിയ സുനിതയുടെ 2 മക്കൾ, അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ. ആ കുട്ടികൾ നല്ലൊരു ഭാവി അവർക്കുണ്ടാകുന്നതിന് വേണ്ടി ആ സുനിതയും ഈ കുടുംബത്തെയും ഈ സംഘാടക സമിതിയുടെയും അതുപോലെ തന്നെ ഈ ഇത്തിക്കര ബ്ലോക്ക് കമ്മിറ്റിയുടെയും ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയും ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ അംഗങ്ങളെയും, പെൻഷൻകാരും അല്ലാത്തവരുമായ മുഴുവൻ അംഗങ്ങളെയും ജില്ലാ കമ്മിറ്റി വേണ്ടി എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. നിങ്ങളുടെ എല്ലാം അനുവാദത്തോടുകൂടി ഷിബുവിനെ ആദരിക്കുക. അടുത്തതായിട്ട് കനവ ടീച്ചറാണ് നമ്മുടെ കൺവീനറെ ആദരിക്കൽ ചടങ്ങാണ്. അതല്ല സാറ് ഇവിടെ വനിതകളുടെ അനുവാദത്തോടു കൂടി ഞാനൊന്ന് അറിയിച്ചോട്ടെ, ഞാൻ മാത്രമല്ല ഇതിന് അർഹരായിട്ടുള്ളത് ഞങ്ങളുടെ യൂണിറ്റിലെ എല്ലാ അംഗങ്ങളും. സംസ്ഥാന
സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള സദാനന്ദ സാറ്, നമ്മുടെ ബ്ലോക്ക് സെക്രട്ടറി രാജേന്ദ്ര സാറ്, ഉദ്ഘാടകനായ രഘുനാഥൻ നായർ സാറ്, കൂടുതൽ പറയരുതെന്ന് പറഞ്ഞതുകൊണ്ട് മറ്റു വേദിയിലും സദസ്സിലുള്ള ബഹുമാന്യരെ, നമ്മൾ ഇന്ന് നമുക്കെല്ലാം വയസ്സായ നമുക്കെല്ലാം സന്തോഷിക്കത്തക്ക ഒരു അവസരം, നമുക്കൊരു നല്ല കാര്യം ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ അഭിമാനം. കാരണം ത്രിതല പഞ്ചായത്തിൽ നിന്നാണ് ഇപ്പോൾ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുന്നത്. അങ്ങനെ അല്ലാത്തവരെ കണ്ടുപിടിക്കാനും അർഹതപ്പെട്ടതിന് ഒരു വീട്, ഒരു വീട്ടമ്മയ്ക്കും 2 പെൺമക്കളുമുള്ള അതിൻ്റെ അമ്മയും കൂടെ സംരക്ഷിക്കത്തക്ക രീതിയിൽ ഒരു വീട് കൊടുക്കാൻ കഴിഞ്ഞ നമുക്ക് അഭിമാനിക്കാം. പ്രത്യേകിച്ചും ഇത്തിക്കര നമ്മുടെ ബ്ലോക്ക് നേതൃത്വത്തിലാണ് ഈ കാര്യം നടന്നത്. സാറ് നേരത്തെ ഇവിടെ എല്ലാം വിവരിച്ചു കഴിഞ്ഞു. ഉദ്ഘാടനം നമ്മുടെ ജില്ലാ സമ്മേളനത്തിന് ഏകദേശം സംസ്ഥാന സമ്മേളനത്തോടുകൂടി തന്നെ 5 വീടിന്റെ താക്കോൽദാനം കഴിഞ്ഞു. 7 വീടും പൂർത്തീകരിക്കും. ഇന്നലെ ഒരു കല്ലിടയിൽ പത്രത്തിലൊക്കെ ഉണ്ടായിരുന്ന കണ്ടു. അപ്പം നമുക്കെല്ലാം അഭിമാനിക്കാം. ഈ വനിതയും 2 മക്കളും സന്തോഷത്തോടു കൂടി ഈ വീട്ടിൽ ജീവിക്കട്ടെ. അതിന് നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള രഘുനാഥ് സാർ പറഞ്ഞ പോലെ അദ്ദേഹം തുടങ്ങി വെച്ച ഒരു സംഘടനയാണ്, അദ്ദേഹത്തിന്റെ കാലത്ത് തുടങ്ങിയ സംഘടന. അതെന്താ സംസാരിക്കുന്നു ചോദിക്കാൻ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയുടെ സദസ്സിലുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നല്ലവരായ നാട്ടുകാരെ, ഇത്തിക്കര ബ്ലോക്കിന്റെ ഈ ഒരു സദുദ്യമം അത് പൂതക്കുളം യൂണിറ്റിന് പൂർത്തിയാക്കാൻ സാധിച്ചത് ഞങ്ങളുടെ അഭിമാനമായി ഞങ്ങൾ കാണുന്നു. തീർച്ചയായിട്ടും നമ്മുടെ കിട്ടുന്ന പെൻഷൻ വിഹിതം, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന അടുത്തുകൊണ്ടെന്നാണ് പറയുന്നത് പെൻഷൻ, ആ പെൻഷൻ മേടിക്കുന്നത് സർവീസിൽ ഏറ്റവും ഫാമിലി പെൻഷനേഴ്സ് ഉണ്ട്, ക്ലാസ് 4 ജീവനക്കാർ, സർവീസ് പെൻഷൻ പറ്റിയവരുണ്ട്. ഞങ്ങൾ ആരുടെയും വേർതിരിച്ച് നിർത്താതെ പക്ഷപാത ഭേദമില്ലാതെ എല്ലാവരും സമീപിച്ചു. അവരുടെ പോക്കറ്റിൽ ഒതുങ്ങുന്ന എളിയ തുക ഞങ്ങൾ ശേഖരിച്ചുകൊണ്ട് അണ്ണാരക്കണ്ണനും ഒത്തുപിടിച്ചാൽ മലയും പോരും എന്നുള്ള ആ ഒരു ആപ്തവാക്യം അന്വർത്ഥമാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങളിത് പൂർത്തിയാക്കാൻ സാധിച്ചു. അതിൽ നിന്ന് ഞങ്ങൾക്കൊരു കാര്യം പറയാനുള്ളൂ, ഇത്ര മാത്രമേ ഉള്ളൂ. ഈശ്വരൻ എന്ന് പറയുന്നത് കേവലം നമുക്ക് നേരിട്ടൊന്നും കൂടെ തരത്തില്ല. നമുക്ക് കിട്ടുന്ന സമ്പത്തിൽ നിന്റെ ഒരു വിഹിതം അർഹതപ്പെട്ട കൈക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ അവിടെയാണ് ഈശ്വരൻ എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. തീർച്ചയായിട്ടും ഇനിയും ഞങ്ങൾക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ, കഴിയട്ടെ എന്ന് ഞങ്ങൾ പെൻഷൻകാർക്ക് സാധിക്കട്ടെ, കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച ഇതിന്റെ കോൺട്രാക്ടറും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും അത്യന്തം ഞങ്ങളുടെ അഭിനന്ദനം അർഹിക്കുന്നു. ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീട്ടിൽ വളരെ ആയുസ്സും ആരോഗ്യത്തോടു കൂടി ഈ സുനിതയ്ക്കും കുടുംബത്തിനും അവരുടെ അമ്മയ്ക്കും ജീവിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ സാർ, നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്തിട്ട് പോയ ശ്രീ എം. ശ്രീകുമാർ അവർ, നമ്മുടെ താക്കോൽദാനം നിർവഹിച്ച ജനറൽ സെക്രട്ടറി ശ്രീ രഘുനാഥൻ സാർ, ഈ വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, സദസ്സിലുള്ള ബഹുമാന്യർ, KSSPU എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ആൾക്കാരുടെ ഒരു സംഘടന. ബഹുമാന്യരെ, വളരെ മഹത്തായ ഒരു സംരംഭത്തിനാണ് ഇത്തിക്കര ബ്ലോക്ക് കമ്മിറ്റി, അതിന്റെ ഭാഗമായ പൂതക്കുളം യൂണിറ്റ് കമ്മിറ്റി നേതൃത്വം നൽകിയത്. നമ്മുടെ എവരുടെയും പ്രിയപ്പെട്ട സഹോദരി സുനിതയ്ക്കും കുടുംബത്തിനും തലചായ്ക്കാനൊരിടം, നമുക്കുള്ളതുപോലെ തലചായ്ക്കാനൊരിടം ഉണ്ടാക്കി കൊടുക്കാൻ മുൻകൈയെടുത്ത ഈ പെൻഷനേഴ്സ് യൂണിയന്റെ പൂതക്കുളം യൂണിറ്റിനെയും അതിന് നേതൃത്വം വഹിച്ച ഇത്തിക്കര ബ്ലോക്ക് കമ്മിറ്റിയെയും അതിനനുസരണമായ തീരുമാനമെടുത്ത് നൽകിയ സംസ്ഥാന കമ്മിറ്റി അടക്കമുള്ള നമ്മുടെ നേതാക്കളെയും അഭിനന്ദിക്കാനാണ് ആദ്യമായി ഈ അവസരം വിനിയോഗിക്കുന്നത്. വിശദമായ പ്രസംഗങ്ങളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പ്രത്യേകിച്ചും പൂതക്കുളത്തെ പെൻഷൻകാരോട് ആണ്ടിൽ ഒരിക്കലെങ്കിലും
വന്ന് സംസാരിക്കുന്ന ഒരാളെന്ന നിലയിൽ പുതുതായി ഒന്നും പറയാനില്ലാത്ത ഒരു സ്ഥിതിയിൽ മുഴുവൻ പേർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ താക്കോൽ ദാനം നിർവഹിച്ച താക്കോൽ കൊടുത്ത നമ്മുടെ കൈമാറിയ നമ്മൾ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി നേതാവ് സാറ്, ഉദ്ഘാടകൻ ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ MK ശ്രീകുമാർ, ജില്ലാ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ്, അതുപോലെ വേദിയിൽ സദസ്സിലുള്ള ബഹുമാനരെ, തികച്ചും സന്തോഷത്തോടും അതുപോലെ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞാൻ ഈ വേദിയിൽ ഇപ്പം നിൽക്കുന്നത്. ഒന്ന്, നമ്മളെടുത്ത തീരുമാനം കൃത്യമായി നിർവഹിക്കാൻ കഴിഞ്ഞുവെന്നുള്ള കാര്യത്തിൽ നമ്മൾ ചാരിതാർത്ഥ്യമുള്ളവരാണ് ഇത്തിക്കര ബ്ലോക്ക് കമ്മിറ്റി സംഘടനയിൽ. രണ്ട്, ഒരു ഭവന സ്വപ്നം കാണുന്നവരാണ് നമ്മൾ എല്ലാവരും, എല്ലാ മനുഷ്യരും, അല്ലെങ്കിൽ ഓരോ കുടുംബത്തിലെ ഓരോ ആളും നമ്മൾ സ്വപ്നം കണ്ടവരാണ്. സ്ഥിരവരുമാനമുള്ളവർ എന്നുള്ള നിലയിൽ പെൻഷൻകാർ പോലും ഒരു ഭവന നിർമ്മാണ രംഗത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചവരായിരിക്കും ഭൂരിപക്ഷം പേര്. ആ ബുദ്ധിമുട്ടിന്റെ അന്ത്യഘട്ടത്തിൽ ഒരു അഭിമാനവും അതുപോലെ സന്തോഷവും നമുക്കുണ്ടാവും, ചാരിതാർത്ഥ്യം ഉണ്ടാവും. എപ്പോഴാണ് ആ ഭവനം പൂർത്തിയാക്കി അതിലോട്ട് കയറുന്ന ഒരു ദിവസം, ആ സുദിനം എത്ര സന്തോഷകരവും ആഹ്ലാദകരവുമാണെന്ന് അനുഭവിച്ചവരാണ് നമ്മൾ ഓരോരുത്തർ. കൂടിയുണ്ട്. ഞാനൊരു റിട്ടയർഡ് പഞ്ചായത്ത് സെക്രട്ടറി നിലവിൽ അനുഭവം കൊണ്ട് പറഞ്ഞു പോണതാണ്, തെറ്റിദ്ധരിക്കരുത്. വിവിധ പദ്ധതികളിലൂടെ കൊടുക്കുന്ന ഭവനങ്ങൾ അല്ലെങ്കിൽ വീടുകൾ ഒരു 2, 3, 4, 5 കൊല്ലം കഴിയുമ്പോൾ ഉടമസ്ഥാവകാശം കൈമാറി വിറ്റിട്ട് മറ്റെവിടെയെങ്കിലും പോയി താമസിക്കും. ഞാൻ ഈ ഇവിടെ നിൽക്കുന്ന അഭിമാനത്തോടുകൂടിയാണ്. എന്താ കാര്യം എന്നറിയുമോ? ഇതങ്ങനെ പോകുന്ന ഒരു ഭവനമല്ലാന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ്. പിന്നെ സുനിതയുടെ അഭ്യർത്ഥനയുണ്ട്, മക്കളോടുമുണ്ട് ഒരു അഭ്യർത്ഥന. ഞങ്ങൾ പറഞ്ഞിരുന്നത് ഞങ്ങളുടെ അഭിമാന സ്തംഭമാണ് ജില്ലയിൽ 17 ഭവനങ്ങൾ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ യൂണിയൻ സംഘടന ഒരു പക്ഷേ ഒരു 5 പതിറ്റാണ്ടോ അല്ലെങ്കിൽ ഒരു നൂറ്റാണ്ടോ കഴിയുമ്പോൾ പെരുമാറിപ്പോയാലും ഈ പേര് ഈ 17 ഭവനങ്ങളിലായി നിങ്ങളിലൂടെ തലമുറകളായി നിലനിൽക്കുമെന്നുള്ള സത്യം തിരിച്ചറിയുന്നവരാണ് ഞങ്ങൾ, നമ്മളില്ലാതെ പോയാലും. അതുകൊണ്ട് സുനിതയോടും മക്കളോടും പറയാണ്, നിങ്ങൾ വളർന്നു വലുതായി IAS ഒക്കെ എടുത്തു, IPS ഒക്കെ എടുത്തു, അല്ലെങ്കിൽ കളക്ടറോ ഡെവലപ്മെന്റ് ഓഫീസറോ അങ്ങനെ വലിയ ഉദ്യോഗസ്ഥരായി വരണം. ആശംസിക്കാൻ ആദ്യമായി. അങ്ങനെ വരുമ്പോൾ ഈ കെട്ടിടത്തിന്റെ മുകളിൽ മറ്റൊരു കെട്ടിടം കൂടി വരിക എന്നുള്ളതിനപ്പുറത്ത് ഈ കെട്ടിടം പൊളിക്കുകയോ വിൽക്കുകയോ ചെയ്യുന്ന അന്തരീക്ഷം ഒരിക്കലും ഉണ്ടായ സുനിത മാത്രമല്ല പറയുന്നത്, മക്കളോടുകൂടി പറയാണ്. ഈ ഓർമ്മ വെച്ചുകൊണ്ട് ഈ ഭവനത്തെ നിലനിർത്താൻ കഴിയണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധമായ ആശംസകളും അതുപോലെ സമ്പദ്സമൃദ്ധമായ ജീവിതം ആശംസിക്കുന്നു. നന്ദി. അധ്യക്ഷൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി രഘുനാഥ് സാറ്, ജില്ലാ പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി, പ്രിയമുള്ള ബ്ലോക്ക് സെക്രട്ടറി, പ്രിയമുള്ള പെൻഷൻ സുഹൃത്തുക്കളെ, യൂണിറ്റ് ഭാരവാഹികളെ, ഈ സംഘടന നയിക്കുന്നത് നല്ലൊരു കപ്പിത്താനാണ്. എങ്ങനെ അടിച്ചു വരുന്ന തിരമാലകളെയും നല്ല മേൽവഴക്കത്തോടെ ഒതുക്കിയെടുക്കാൻ കഴിവുള്ള ഒരു സംഘടനാ നേതൃത്വം നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന കാര്യം നടക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഞാൻ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കെട്ടുറപ്പുള്ളൊരു വീട്ടിൽ കഴിയാൻ സുനിതയ്ക്കും മക്കൾക്കും കഴിഞ്ഞതിൽ സന്തോഷിക്കുന്നു. ഞാനും ഞങ്ങളുടെ യൂണിറ്റ് ഉൾപ്പെടെ സന്തോഷിക്കുന്നു. അതോടൊപ്പം ഇതിന് കാരണക്കാരായവരെ, നമ്മുടെ ബ്ലോക്ക് ഭാരവാഹികൾ, നമ്മുടെ ഈ ബ്ലോക്കിലുള്ള യൂണിറ്റ് അംഗങ്ങൾ എല്ലാവരും അതിന് സഹായകരമായി നിന്നവരെ അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ച് പൂതക്കളം യൂണിറ്റിനെ പ്രത്യേകം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്ന സംസ്ഥാന കമ്മിറ്റി അംഗവും നമ്മുടെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് യൂണിയൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും നമ്മുടെ ഇത്തിക്കര ബ്ലോക്കിൻ്റെ പ്രസിഡന്റുമായ സഹനാഥ് സാറ്, അതുപോലെ തന്നെ താക്കോൽ ദാനം നിർവഹിച്ച രഘുനാഥൻ സാറ്, അതുപോലെ ഇത്തിക്കര ബ്ലോക്കിൻ്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK ശ്രീകുമാർ, കൂടാതെ ഇവിടെ എത്തിയിട്ടുള്ള സംസ്ഥാന, ജില്ലാ, ബ്ലോക്ക്, യൂണിറ്റ് ഭാരവാഹികളെ, എനിക്ക്
ഈ അവസരത്തിൽ 1-2 കാര്യങ്ങളേ ഉള്ളൂ ഞാൻ പറഞ്ഞ് നിർത്തിക്കൊള്ളാം. വളരെയധികം സമയമായി നമ്മുടെ സമ്മേളനം തുടങ്ങിയിട്ട്. ഒന്നാമതായി നമ്മുടെ ഇതുപോലൊരു ദൗത്യം ജില്ലാ കമ്മിറ്റി ബ്ലോക്ക് കമ്മിറ്റി അറിയിച്ചപ്പോൾ നേരത്തെ ബാബുലേ സാർ സൂചിപ്പിച്ച പോലെ നമുക്കൊരു വലിയ ആശങ്കയുണ്ടായിരുന്നു ഇതെങ്ങനെ നടക്കും. ഒന്നാമത്തെ കാര്യം സമ്മേളനത്തിൻ്റെ ഇടയിലുള്ളൊരു പരിപാടിയും കൂടെ ആയതുകൊണ്ട് ശരിക്കും എല്ലാവരും ഒന്ന് വിഷമിച്ചാണ് ഈ പണി തുടങ്ങിയത്. എന്നിരുന്നാലും നമ്മൾ അംഗങ്ങളെ സമീപിച്ചപ്പോൾ അംഗങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ ഞങ്ങളെ മാത്രം പറയുക, അതുപോലെ നമുക്ക് 6 യൂണിറ്റിലുണ്ട്. 307 പേരാണ് ഞങ്ങൾക്ക് ഈ വർഷം അംഗങ്ങളായിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം 317 പേരായിരുന്നു. അപ്പോൾ അതിൽ ഭൂരിപക്ഷം പേര് ഫാമിലി പെൻഷനേഴ്സാണ്. കാര്യം അതിൽ 15,000 രൂപയിൽ താഴെ പൈസ പ്രതിമാസം പെൻഷൻ വാങ്ങിക്കുന്നവരാണ് കൂടുതൽ. എന്ന് വെച്ചാൽ ദിവസം 500 രൂപയ്ക്ക് താഴെ വരുവാനുള്ളവരാണ്. മരുന്നിന് എണ്ണ 150-300 രൂപ. അപ്പോൾ അവരുടെ അടുത്ത് എങ്ങനെ സമീപിക്കും എന്നുള്ളൊരു ആശങ്കയിലാണ് ഞങ്ങൾ സമീപിച്ചത്. പക്ഷേ നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ചതിനേക്കാളും വിപരീതമായാണ് സംഭവിച്ചത്. ആരും ഇതിനെതിര് പറഞ്ഞില്ല. അതാണ് ഏറ്റവും നല്ലൊരു കാര്യം. അതൊന്ന് നമ്മൾ ഇന്നാർക്കാണ് വീട് വയ്ക്കുന്നതെന്ന് പറഞ്ഞല്ല തുടങ്ങുന്നത്. ആളിനെ പിന്നീട് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതിന് മുന്നേ നമ്മൾ ഈ പൈസ കളക്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ആരും അതിനെതിര് പറഞ്ഞില്ല. നല്ല രീതിയിൽ എല്ലാവരും സഹകരിച്ചു. അവരെ ആണ് എനിക്ക് ആദ്യമായിട്ടൊരു ഇതിൻ്റെ ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് അവരോട് വളരെയധികം ഉള്ളൊരു കടപ്പാട് നന്ദി ഞാൻ അറിയിക്കുകയാണ്. പിന്നെ രണ്ടാമത് പറയാനുള്ളത്, ഈ ഒരാളിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ സെലക്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു സെലക്ട് കമ്മിറ്റി ഉണ്ടാക്കി. അതായത് നമ്മളെ യൂണിറ്റ് പോലെ ഇത്തിക്കര ബ്ലോക്കിൽ 6 യൂണിറ്റ് ഉണ്ട്. ഈ 6 യൂണിറ്റിൽ ഉള്ള 6 പേരും യൂണിറ്റിൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയും കൂടെ ഉള്ളൊരു ബോർഡാണ് ഈ ആളിനെ സെലക്ട് ചെയ്തത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ആപ്ലിക്കേഷൻ ക്ഷണിച്ചപ്പോൾ ഓരോ യൂണിറ്റിലും ഇപ്പം 4, 5, 10 വീതം അപേക്ഷകൾ കിട്ടിയിട്ടുണ്ടാവും. അതിൽ നമ്മൾ തീരുമാനിച്ചനുസരിച്ച് ഓരോ യൂണിറ്റും ഓരോരുത്തരെ സെലക്ട് ചെയ്യുക. ആ യൂണിറ്റ് തന്നെ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഓരോ യൂണിറ്റിലും ഉള്ളവരെ ഉൾപ്പെടുന്ന 6 അപേക്ഷകരെ ഈ പറഞ്ഞ ഈ ഒരു സെലക്ട് കമ്മിറ്റി സെലക്ട് ചെയ്യട്ടെ എന്ന രീതിയിൽ ഈ 6 പേരും നമ്മുടെ യൂണിറ്റിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറിയായിട്ട് അതിൽ ഉദകളത്തിൻ്റെ യൂണിറ്റിൽ ഞാനും കൂടെ അംഗമായിരുന്നു. ഞങ്ങൾ ഈ 6 വീടുകളിലും പോയി. ഇതിലും പാവപ്പെട്ടവരും ഉണ്ട്, പക്ഷേ പല ബാധ്യതകളും ഉണ്ട്. ഒരിടത്ത് ചെന്നപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെന്നെടുത്ത് അവർക്ക് വലിയൊരു ലോൺ കിടക്കുക. 10 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ട്. അവർക്ക് വീട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ പൈസ ഈ ബാങ്ക് എങ്ങനെ ജപ്തി ചെയ്തുകൊണ്ട് പോകും, പറ്റില്ല. അങ്ങനെ നമ്മൾ ഇത് എത്രയും സ്ഥലത്ത് പോയി പരിശോധിച്ച് വന്നപ്പോൾ അതിൽ നിന്നും തന്നെ ഈ സെലക്ട് കമ്മിറ്റി വളരെ അവർ 6 പേരെ 6 2 8 പേരും നല്ല രീതിയിൽ ഇതിനെക്കുറിച്ച് പഠിച്ചു ആണ് ഈ സുനിതയെ സെലക്ട് ചെയ്തു എന്നുള്ളതാണ് നല്ലൊരു യാഥാർത്ഥ്യം. അതിനും അവരുടെ അടുത്ത് എനിക്ക് നന്ദി പറയാറുണ്ട്. കാര്യം അതിനകത്ത് യാതൊരുവിധ ഒരു അവിഹിതമായ ഒന്നും ചെയ്യാതെ ഈ കുട്ടിയെക്കുറിച്ച് സുനിതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അവരതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഇനി പറയാനുള്ളത്, ഈ ഒരു സമ്മേളനത്തിൽ 2 വാക്ക് പറയാൻ അവസരം കിട്ടിയത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഒരു സംസ്ഥാന സമ്മേളനത്തിൽ പോലും ഈ നമ്മുടെ സംഘടന എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സംഘടന എന്നാണ് നമ്മൾ അവകാശപ്പെടുന്ന കാര്യം. 3 ലക്ഷത്തിൽ പുറത്ത് അംഗങ്ങളുള്ള ഒരു സംഘടനയാണ് നമ്മുടെ സംഘടന. ആ സംഘടനയിലെ ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇരിക്കുന്ന വേദി, നമ്മളെ കൊല്ലം ജില്ലയുടെ സെക്രട്ടറി ഇരിക്കുന്ന വേദി, നമ്മുടെ ബ്ലോക്കിന്റെ സെക്രട്ടറി, ഇപ്പോൾ സെക്രട്ടറിമാർ തന്നെ മൊത്തം പേരും ഇവിടെ ഉണ്ട്. അതുപോലെ സംസ്ഥാന ജില്ലാ ബ്ലോക്ക് തല ഭാരവാഹികളുള്ള ഇതൊരു സംസ്ഥാന സമ്മേളനത്തിൽ മാത്രമേ ഇത്തരം പേരെ ഒരുമിച്ച് കാണാൻ പറ്റൂ. അവരിത്രയും പേരും ഇരിക്കുന്ന വേദിയിൽ 2 വാക്ക് സംസാരിക്കുക. അതുപോലെ തന്നെ സുനിതയുടെ വീട്ടിൽ നടക്കുന്ന ഈ ഒരു ചെറിയൊരു ചടങ്ങ്, ഈ വീട് വയ്ക്കുന്നത് മാത്രമല്ല ഈ ഇത്രയും പേരുടെ ഈ ഒരു സംഘടനയുടെ പ്രതിനിധികളിവിടെ വന്നിരുന്ന് ഇതിൻ്റെ താക്കോൽ ദാനം നിർവഹിച്ചത് സുനിതയ്ക്കും തീർച്ചയായിട്ടും അഭിമാനിക്കാം. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇനി ചെയ്യാനുള്ളത് സുനിതയുടെ മക്കളെ കുറിച്ചാണ്. നിങ്ങൾ തീർച്ചയായിട്ടും നല്ലവണ്ണം പഠിക്കണം. നല്ലവണ്ണം പഠിച്ച് നല്ല സാമൂഹിക പ്രതിബദ്ധതയുള്ള, നേരത്തെ പറഞ്ഞതുപോലെ സഹജീവി സ്നേഹമുള്ള നല്ല കുട്ടികളായി വളർന്നു വരണം. നിങ്ങളും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ഏർപ്പെടണം. അതിലൊന്നും മുന്നോട്ട് പോകരുത്. ബാബുലേ സാറ് സൂചിപ്പിച്ചതുപോലെ ഇത് വിൽക്കാനൊന്നും പാടില്ല. അതുപോലെ തന്നെ നല്ല രീതിയിൽ മക്കളെ വളർത്തി നാടിന് അഭിമാനമായി തന്നെ ജീവിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.
ഞങ്ങൾക്ക് വീട് വെച്ചെന്ന എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ ശ്രീ സദാനന്ദ സാർ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ MP ശ്രീകുമാർ, ഇന്നത് ഈ താക്കോൽ കൈമാറിയ നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ R രഘുനാഥൻ സാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ചെല്ലപ്പനാശാരി, കൊല്ലം ജില്ലാ സെക്രട്ടറി ശ്രീ K രാജേന്ദ്രൻ, കൊല്ലം ജില്ലാ പ്രസിഡന്റ് ശ്രീ ചന്ദ്രശേഖരപിള്ള സാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീമതി കനകമ്മയമ്മ, ജില്ലാ കമ്മിറ്റി ശ്രീ ജില്ലാ ബ്ലോക്ക് ട്രഷറർ ശ്രീ K ഗോപാലൻ, ബ്ലോക്ക് സെക്രട്ടറി SP രാജേന്ദ്രൻ സാർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തികൾ, എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗം ഇവിടെ ഈ യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്ന വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ ബഹുമാനിയർക്കും എല്ലാ ബഹുമാന വ്യക്തികൾക്കും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാ പെൻഷൻ കുടുംബാംഗങ്ങളെയും നാട്ടുകാരെയും കൃത്യമായി കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് നടത്തുന്നു.
ഓ ജയഗോപാൽ സാർ